ഞാൻ ഡോക്ടർ അഭിലാഷ് ആന്റണി, കണ്ണൂർ ചൈതന്യ ഹോസ്പിറ്റൽ യൂറോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ടോർഷൻ ടെസ്റ്റസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. നമ്മൾ മണി എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുകയും നമുക്ക് പ്രത്യുൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്ന അനാട്ടമി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രക്തക്കുഴലിൻ്റെ മേലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ അതിന് കുറച്ചൊരു സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. കുറച്ചൊരു 180 ഡിഗ്രി വരെ തിരിയാം, അതിന് കുഴപ്പമില്ല. അതിൽ കൂടുതൽ തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ അതിൻ്റെ രക്തക്കുഴൽ ഒടിഞ്ഞു പോവുകയും അതിലോട്ടുള്ള രക്തോട്ടം പൂർണ്ണമായിട്ട് അങ്ങ് കട്ട് ഓഫ് ആയി പോവുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ അതിനെ ഓപ്പറേഷൻ ചെയ്യുക, അത് തിരിച്ച് നമ്മൾ രക്തോട്ടം പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയും അങ്ങനെ ചെയ്യാത്ത പക്ഷം ആ മണി കരിഞ്ഞു പോവുകയും പൂർണ്ണമായിട്ട് എടുത്തു കളയേണ്ട ഒരു അവസ്ഥയിലോട്ട് നീങ്ങുകയും ചെയ്യും. ഇത് നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മടി വിചാരിച്ചിട്ടും അല്ലെങ്കിൽ ഒരു നാണക്കേട് വിചാരിച്ചിട്ട് ഇത് മറച്ചു വെക്കുകയും അവസാനം ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ മണി അപ്പാടെ എടുത്തു കളയേണ്ട ഒരു അവസ്ഥയിലോട്ട് വരികയും ചെയ്യും. ഇത് സാധാരണയായി കണ്ടുവരുന്ന ഒരു 12 മുതൽ ഒരു 40 വയസ്സ് വരെയുള്ള പ്രത്യുൽപാദന പീരീഡിലുള്ള പുരുഷന്മാരിലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ അവഗണിക്കാതിരിക്കുകയും അത് കാണിക്കാതിരിക്കുകയും ചെയ്തതിനോട് നമ്മുടെ മണി പൂർണ്ണമായിട്ട് അതിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേക ലക്ഷണങ്ങളെന്ന് പറയാനായിട്ട് അതികഠിനമായ വേദനയാണ് ഇതിൻ്റെ ഏക ലക്ഷണം. അതികഠിനമായ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മണിയിൽ അതൊരു വേദനയായി തുടങ്ങുകയും പെട്ടെന്നൊരു വേദനയായിട്ട് തുടങ്ങുകയും അത് വയറിൽ അടിവയറിൽ മൊത്തമായി വ്യാപിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഛർദി വരികയും ചെയ്യുന്നതാണ് ഇതിന് ഒരു പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏക ലക്ഷണം എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതിനെ അവഗണിക്കാതെ ഒരു ഡോപ്ലർ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടറെ കാണിക്കുകയും ഡോപ്ലർ സ്കാൻ ചെയ്യുകയും വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അതിന് ഉത്തമമായിട്ടുള്ള ചികിത്സ. അതുകൊണ്ട് മടി വിചാരിക്കാതെ അതിനുള്ള ചികിത്സകൾ നടത്തുകയും മണിയെ രക്ഷിച്ചെടുക്കുകയും ചെയ്യുക. താങ്ക് യു.